നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ആവറേജ് ആയിട്ടുള്ള എത്ര പേർ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്, അവരെത്ര വർഷം പൊതുവെ എടുക്കാറുണ്ട്, നീറ്റിനെ നമുക്ക് ആ ഒരു ഗവൺമെന്റ് MBBS എന്ന സ്വപ്നത്തിലോട്ട് എത്തുന്നതിന് എത്ര വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, 1 ഇയർ കൊണ്ട് സാധിക്കുമോ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. പലർക്കും ഒരു എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ഉള്ള സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതായത് എത്ര വർഷം എടുക്കാറുണ്ട് പൊതുവെ എന്നുള്ളതും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പലർക്കും 1-2 വർഷം എടുത്തിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ, ആ ഒരു ഗവൺമെന്റ് MBBS എന്ന സ്വപ്നത്തിലോട്ട് എത്താൻ സാധിക്കാത്തത് എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഫൗണ്ടേഷൻ കോഴ്സുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പം പലപ്പോഴും 5 തൊട്ട് ഫൗണ്ടേഷനുകൾ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അപ്പൊ 5 തൊട്ട് എന്ന് പറയുമ്പോൾ 5, 6, 7, ദെൻ അവിടെ തന്നെ പ്ലസ് 10th ആകുമ്പോഴേക്കും 5 വർഷം അവരുടെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ദെൻ പിന്നെ +1, +2 അങ്ങനെ 7 വർഷം അവര് ആ ഒരു എൻട്രൻസുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളും, അതുപോലെ തന്നെ ദെൻ +1, +2 ഒക്കെ വരുമ്പം പലപ്പോഴും +2വിന്റെ കൂടെ ക്രാക്ക് ചെയ്യുന്നവര് വളരെ മിനിമം നമ്പർ ആണെങ്കിൽ പോലും പിന്നെ അവർ 1 ഇയർ കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ടോട്ടലി ഇവിടെ 7-8 വർഷത്തോളം അവർ അതിന് പിറകെ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം +1, +2 കഴിഞ്ഞിട്ട് നേരെ 1 ഇയർ ക്രാക്ക് ചെയ്യാൻ 1 ഇയർ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരിക ഇവിടെ 7-8 ഒക്കെ വർഷം ഇതിന് പിറകെ ഇതിന്റെ ബേസ് സ്ട്രോങ് ആക്കി, പിന്നീട് ഇതിന്റെ കൂടുതൽ അഡ്വാൻസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഇവൻ പല സ്റ്റുഡൻസും 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോൾ ഫിസിക്സിലെ ഫോഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നീറ്റ് ലെവലിലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ സോൾവ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ +1 +2 വരുമ്പോൾ അഡ്വാൻസ് ലെവലിലൂടെ അവർക്ക് പെട്ടെന്ന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കട്ട് ഓഫ് വളരെ ഹൈ ആവുന്നത്. ഇപ്പം ഈ വർഷമൊക്കെ 650 ആ ഒരു റേഞ്ചിൽ അതിന് മുകളിലോട്ട് കട്ട് ഓഫ് പോകുന്നതിന്റെ റീസൺ എന്താണ്? ഈ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞു വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം വളരെ കടുത്തതാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ ഒക്കെ കട്ട് ഓഫ് വീണ്ടും കൂടാനുള്ള സാധ്യതകളാണ്. കാരണം ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞു വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നീറ്റിന് പൊതുവേ നമ്മൾ എത്ര വർഷം എടുക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനകത്ത് പൊതുവെ ഇപ്പം നമ്മളിപ്പം കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും +1, +2 വരെ നന്നായിട്ട് നീറ്റ് ലെവലിൽ തന്നെ ഓറിയന്റഡ് ആയിട്ട് കോച്ചിങ്ങിന് പോയി, അല്ലെങ്കിൽ അവര് പഠിച്ചു എന്ന് വിചാരിക്കും. +1, +2 അവര് നന്നായിട്ട് എഫേർട്ട് ഇട്ടു. അങ്ങനെ പിന്നെ +1, +2 കൂടെ കിട്ടുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ 1 ഇയർ കൂടി എടുക്കും എന്ന് പറയുമ്പോൾ ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും പലപ്പോഴും ഇവിടെ 3 വർഷം ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 ഇയർ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മിനിമം ഇതിനകത്ത് പലപ്പോഴും ബ്രില്യന്റ് ആയിട്ടുള്ള ക്രാക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് തന്നെ ഇത് +1ൽ നന്നായിട്ട് എഫേർട്ട് ഇട്ട്, +2ൽ അത്രയും എഫേർട്ട് ഇട്ട്, പിന്നെ 1 ഇയർ കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് എന്ന് പറയുമ്പോൾ 3 വർഷത്തെ എഫേർട്ട് കൊണ്ടാണ് പലപ്പോഴും പലരും ക്രാക്ക് ചെയ്യാറുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ തന്നെ നമ്മളൊരു 3 ഇയർ എഫേർട്ട് വന്നു. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. റിവർ ക്യാൻ കട്ട് ത്രൂ റോക്ക് നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പവർ ബട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പെർസിസ്റ്റൻസ്. അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇനി എത്ര വർഷം എടുക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലോട്ട് നമുക്ക് പോകാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ഒരുപാട് മുമ്പ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 257 എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് ആയിട്ടുള്ള, ഇതിപ്പം ഞാൻ ഇന്റർനെറ്റിൽ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടതിൽ നിന്ന് ഡാറ്റ സെർച്ച് ചെയ്തതാണ്. ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ സ്റ്റോറി പറയും, എനിക്ക് ഫസ്റ്റ് ഇത്രയാണ് സ്കോർ കിട്ടിയത്, പിന്നെ എനിക്ക് ഇത്ര കിട്ടി. അപ്പൊ അവരുടെ ആ ഒരു അഡ്വാൻസ്മെന്റ് ലെവൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 257 എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഫേസിൽ ഭയങ്കരമായിട്ട് ഹൈലി സ്കോർ ചെയ്ത ഹൈ സ്കോർ വന്ന ഒരു സ്റ്റുഡന്റ് അല്ല. അപ്പൊ എന്നിരുന്നാൽ പോലും പക്ഷെ ഒരു 3 അറ്റംപ്റ്റ് അവർക്ക് വേണ്ടി വന്നു. ഇവിടെയും 3 അറ്റംപ്റ്റ് വേണ്ടി വന്നു. ഇവിടെ 79%, ഇവിടെ 3 അറ്റംപ്റ്റ് വേണ്ടി വന്നു. ഇവിടെ 95% ഉണ്ടായിട്ട് ഇവർക്ക് 4 അറ്റംപ്റ്റ് വേണ്ടി വന്നു. അപ്പൊ പെർസെന്റേജ് വൈസ് നിങ്ങൾ +2വിന് കുറവാണെന്ന് വിചാരിച്ചൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ അവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകണ്ട എന്നുള്ളതാണ്. നിങ്ങൾ +2 സ്കോർ ബേസ് ചെയ്തിട്ടല്ല, നിങ്ങൾ എത്രത്തോളം ബേസ് ഉണ്ട്, എത്രത്തോളം അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുന്നു എന്നതിനനുസരിച്ചാണ് നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ വിജയം എന്ന് പറയുന്നത് 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. നിങ്ങൾ പണ്ടേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8ാം ക്ലാസ് തൊട്ടെങ്കിലും ഫൗണ്ടേഷൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം +1, +2 കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാം, അല്ലെങ്കിൽ 1 ഇയർ റിപ്പീറ്റ് ചെയ്താൽ കിട്ടാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇയേഴ്സ് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ 1 ഇയർ കൊണ്ട് നീറ്റ് ഭയങ്കര ടഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം എല്ലാം പെട്ടെന്ന് പഠിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
പക്ഷെ പതിയെ പതിയെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല. യു ക്യാൻ ക്രാക്ക് ഇറ്റ് എന്നുള്ളതാണ്. ഇവരെല്ലാം ഈ ഒരു സ്റ്റുഡൻസിന്റെ ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെല്ലാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം 194 എന്നൊക്കെ സ്കോർ വന്ന സ്റ്റുഡന്റ് കണ്ടോ 648 3 അറ്റംപ്റ്റ്സിൽ അവർ എത്തിക്കഴിഞ്ഞത്. അപ്പൊ ഇവിടെ 194 ചിലപ്പോൾ +2 കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ 2 വർഷം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ചുരുങ്ങിയത് എന്തെടുക്കുന്നുണ്ട്, ഒരു 2 ഇയർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് 3 അറ്റംപ്റ്റ്സ് ഇവിടെ വന്നു. ഇവിടെ 457 531 അങ്ങനെ എല്ലാം അറ്റംപ്റ്റ്സ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പം 3ഉം 4ഉം ഇവിടെ 1 2 3 4 5 5th അറ്റംപ്റ്റിലാണ് അവർ ക്രാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇവിടെ 80 ആദ്യത്തെ അവരുടെ സ്കോർ 80ആണ്. 80 567. അപ്പം റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അവർ കിട്ടി കാണും. അപ്പൊ 567 എന്ന് പറയുമ്പോൾ അതിനകത്ത് പണ്ടൊക്കെ ഇത്ര സ്കോർ മതിയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ 80 വന്നിട്ട് 567 എത്തി എന്ന് പറയുമ്പോഴേ, അതുപോലെ 161 വന്നിട്ട് ഇതാ. അപ്പം ഇവരൊക്കെ ഒരു 3 ഇയേഴ്സ് ഇതിന് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളതാണ്. അപ്പം 161 എന്ന് പറയുമ്പോൾ +1 +2 കൂടെ അത്രത്തോളം അവർ എന്ത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്ക് 3 വർഷം എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഒരു ആവറേജ് സ്റ്റുഡന്റിന് ബേസ് ഒക്കെ സ്ട്രോങ് ആണ്, +1 +2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ +2ന്റെ കൂടെ ചിലപ്പം കിട്ടാം, അല്ലെങ്കിൽ 1 ഇയർ എടുത്താൽ കിട്ടാം. അതല്ല നിങ്ങൾ +1 +2 അധികം പഠിച്ചിട്ടില്ല, തന്നെ ബേസ് ഒക്കെ സ്ട്രോങ് ആക്കണമെങ്കിൽ ഈ ഒരു റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പലരും 2ഉം 3ഉം വർഷമൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പം 4 വർഷമൊക്കെ ഇതിനകത്ത് 4ഉം 5 വർഷം വരെയൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതാ 1 2 3 4 5 ഇതിനകത്ത് ഇവർ സെലക്ടഡ് ആയി എന്നേ പറയുന്നുള്ളൂ എന്തായാലും. അപ്പൊ അതിനകത്ത് 5 വർഷം 5 അറ്റംപ്റ്റ് എടുത്തു എന്ന് പറയുമ്പോൾ 4 വർഷമൊക്കെ +2ന്റെ കൂടെ ആയിരിക്കും ആദ്യം എഴുതി, പിന്നീട് 4 വർഷം എഴുതി. അപ്പൊ അങ്ങനെ. അപ്പൊ എനിവേ ചിലപ്പോ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഇടുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3ഓ 4ഓ ഒക്കെ, ചിലപ്പോൾ നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടാൽ അത് 2 വർഷത്തിലോട്ട് എത്തിക്കാമെന്നുള്ളതാണ്. അപ്പം ഇത് അതിന്റെ സമയം നമ്മൾ കൊടുക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ +1 +2ന്റെ കൂടെ പഠിച്ച് 1 ഇയർ കൂടി എടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ 1 ഇയർ കൂടി എടുക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ എന്ന് പറ്റുന്ന ഒരു സംഭവം ഇതിനകത്ത് ഇല്ല എന്ന് നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വളരെയധികം ബ്രില്യന്റ് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അപൂർവം ചിലര് ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും 80 483 വന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ 1 ഇയർ കൊണ്ടൊക്കെ പറ്റാവുന്ന ക്രാക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയില്ല, ഒരു ജനറലി ഉള്ള ട്രെൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ നോക്കിയാൽ മനസ്സിലാകും എന്നുള്ളതാണ്. ഇത് ഒരുപാട് വർഷത്തെ ഡാറ്റകൾ ഞാൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ നിങ്ങളുടെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് സപ്പോർട്ടൊന്നും നിങ്ങൾ മറക്കരുത്. ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള വീഡിയോ അല്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. കിട്ടും. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് 1-2 വർഷമൊക്കെ നിങ്ങൾ സ്വപ്നമാണെങ്കിൽ അതേ പിറകെ നടക്കുക, നിങ്ങൾക്ക് കിട്ടും. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.